എന്നായി മഴ കളിക്കുന്നു പയ്യൂല്ല മനുഷ്യന്മാരെ ഇതാക്കാൻ വേണ്ടിട്ട്. അല്ലപ്പ നീ എന്നെ മഴപ്പാട്ടിൽ എങ്ങനെ അടിക്കാൻ നിൽക്കുന്നത്? മഴ പോകൂലേ? ജലദോഷം ഒന്നും വേണ്ട. ഈ മഴ പോകുന്ന മഴയൊന്നല്ല, അത്ര സമയം അറിയാം. ഇങ്ങനെ വൈദ്യുതി ഒന്നും പറയണ്ട. ഇന്നൊരു മീറ്റിംഗ് ഉണ്ടായിനെ, അപ്പൊ നമ്മുടെ യൂണിയന്റെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ഉണ്ടായി. ഞാൻ പോയിട്ട് നമ്മുടെ സെക്രട്ടറി പറയും ചെയ്യും. അവള് മീറ്റിംഗിന് പോയി. അവളുടെ കുറച്ച് വൈകി. ഞാൻ വിളിച്ചു പറഞ്ഞേ ലക്ഷോട് ഇതാ കുറച്ച് ചെമ്മീൻ വിളിച്ചിനെ, എന്നാ ആക്കിക്കോ, ചെമ്മീൻ തോരനാക്കിക്കോ, നല്ല ടേസ്റ്റ് അല്ലേ മഴയത്ത്. ഇതാ ഓ നല്ലോണം ചളിയായിന്നല്ലേ? ഞാനത്ര ശ്രദ്ധിച്ചിട്ടില്ല കേട്ടാ. ഇനി വെള്ളം വെച്ച് കഴിയൊന്നു വേഗം. ഈ മഴയായി കഴിഞ്ഞാൽ ഇതാ പ്രശ്നം, മൊത്തം ചളിയായി. അത് ഞാൻ കഴുകിക്കോളാം. നിങ്ങൾ ചോറ് കഴിച്ചാ? ആ ചോറ് കഴിച്ചു. വിശന്ന് നിക്കാൻ കഴിഞ്ഞിട്ടാ ക്യാൻറ്റീൻ പോയി ചോറ് കഴിച്ചു. നീ ആ സോഫയിലെടുത്ത് വെച്ചാ കുളിക്കട്ടെ. പിന്നെ ഇതാ ഇതിലേക്ക് അപ്പൊ ഇന്നത്തെ പരിപാടി ആരംഭിക്കുകയേ അല്ലേ? എന്നാ ഇന്ന് കൊഞ്ച് തോരൻ ഇപ്പൊ ഇലയെല്ലാം പാർന്നെടുത്തിട്ടുണ്ട്. അപ്പൊ ചെമ്മീൻ നോക്കട്ടെ, ഞാൻ വാങ്ങിയതാണെങ്കിലും നോക്കാം. കണ്ടിരിപ്പ എല്ലാവർക്കും കാണിച്ചു കൊടുക്കണ്ട വാങ്ങിയത്. നല്ല വെള്ള ചെമ്മീനാണല്ലേ? ഇതിന് അഴുക്കൊന്നും അങ്ങനെ ഉണ്ടാവൂല അല്ല ഈ ചെമ്മീന്? ഇതാണ് പൈസ കൂടുതൽ വെള്ളച്ചെമ്മീൻ. പൈസ കൂടുതലാണ് മറ്റേ ചെമ്മീനെ കാട്ടി. ഇതിന്റെ ഉള്ളിലൊന്നും കളയാനല്ലേ? നാര് കിടക്കുക, അതൊന്ന് കാണിച്ച്. അതാ ശരിക്കും കളയണ്ട് പറയുന്നല്ലേ? എന്നാ എനിക്ക് തോട് കളയേണ്ടിയിരുന്നു. തോടും കളയണം, ഇതും കളയണം. കണ്ട ഈ സാധനം അതാ, ഇതാണ് കളയണ്ട്. ഇത് കളഞ്ഞിട്ട് വയറുവേദന എടുക്കുന്നല്ല പറയുന്നുണ്ട് അല്ലേ? വയറ്റി ചെന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ്, മോശമാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ എല്ലാരും കളയുന്ന തന്നെ ആയിരിക്കും അല്ലേ? നമ്മ ഒന്ന് വെറുതെ പറഞ്ഞൊന്നേ ഇല്ലു. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ ആയിരിക്കും. ഓക്കെ, കളയാത്തേ പെണ്ണുങ്ങൾ കൂടുതൽ അറിയില്ല ആണുങ്ങൾ കാട്ടി. അങ്ങനെ ചെമ്മീന്റെ തോടെല്ലാം കളഞ്ഞു. തോട് ഇഷ്ടം പോലെയുണ്ട്. ഇവിടെ ഇനി അതിന്റെ തല എടുത്ത് നോക്കുന്നുണ്ടേ. തല നാളേക്ക് വേണ്ടിട്ട് 100 ചറാക്കല്ലേ വെറ്റിച്ച് നോക്കാം. തേങ്ങ കൂട്ടിട്ടോക്കല് തേങ്ങ കൂട്ടിട്ടാ. എന്നാ പിന്നെ നാളെ വെച്ച് കാണിക്കാം എന്നാല് അല്ലേ? ഏന്ന് വരുമ്പക്കാ. അപ്പൊ ഇവരെ കാണിക്കണ്ടേ? അറിയാ നാവട്ടെ. അപ്പൊ ശനിയാഴ്ച എന്റെ അമ്മാവന്റെ മോളെ കല്യാണാണ്. നിങ്ങൾ എല്ലാരും വരണം കേട്ടോ. നമ്മളെ വീഡിയോ കാണുന്ന എല്ലാരും വരണേ. അമ്മാവന്റെ മോളെ കല്യാണത്തിന് മുൻകൂട്ടി ക്ഷണിക്കുന്നു. എല്ലാരും വരണേ. എല്ലാരും 1,32,000 ആൾക്കാർ, 33,000 സൗഹൃദങ്ങളുണ്ട് നമുക്ക്. അവരെല്ലാം വന്നു കഴിഞ്ഞാല് നിന്റെ അമ്മാവനർത്ഥം ഓടും. എല്ലാരും അനുഗ്രഹിച്ചാ മതി കേട്ടാ. വേണ്ടല്ല സരിത്ത്. അപ്പൊ ചെമ്മീൻ നല്ല വൃത്തി കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഉള്ളിയും വെല്ലുള്ളിയും ചെറിയ ഉള്ളിയുള്ള തോലെന്ന് കളയട്ടെ. തൊലി അല്ലേ? നമ്മളിങ്ങോട്ട് തോലെന്നാ പറയല്ലേ? ഓരോ ദിക്കില് ചൂളി. നമ്മ പറയുന്ന ചിലവർക്കൊന്നും മനസ്സിലാവില്ല എന്ന് അറിയില്ല അല്ലേ? ഞാൻ പറയുന്നൊന്നും തിരിയുന്നില്ല. നീ പറയാ എന്നെ കണ്ട നല്ല വൃത്തി പറയുന്നില്ലേ? അക്ഷരസ്ഫുടത. നമ്മ അങ്ങനെ പുറത്തൊന്നും പോയിട്ട് അതാണല്ലേ? പുറത്തൊന്നും പോയിട്ട് അല്ല പുറത്തെല്ലാം പോയി പോകുന്നവർക്ക് കുറെ കൂടെ മാറ്റങ്ങൾ ഉണ്ടാവും.
നമ്മൾ പുറത്തൊന്നും പോകാതെ ഇങ്ങനെ ഗ്രാമപ്രദേശത്ത് തന്നെ ജീവിക്കുന്നവരാണ് അല്ലേ? ഗ്രാമപ്രദേശം കിട്ടിയിട. അതുകൊണ്ടാണ് നമ്മളെ സംസാരത്തിന്റെ ഉച്ചാരണത്തിലും ചെറിയ മാറ്റങ്ങൾ. ചിലർക്ക് മനസ്സിലാവൂല, ക്ഷമിക്കുക അല്ല, പിന്നെ എന്താ പറയാ. അവര് പറയുന്നത് നമുക്ക് അവര് മനസ്സിലാവില്ല. പറയുന്നത് തിരുവിതാംകൂർ അങ്ങോട്ടെല്ലാം പറയുന്നതിന് മനസ്സിലാവും. എന്നാലും നമ്മളെ കണ്ണൂർ ഭാഷ തന്നെ ഏറ്റവും വയപ്പം പിടിച്ച ഭാഷ. കാസർഗോഡ് ഒരു പിന്നെ ആ ബോർഡറിൽ അങ്ങോട്ടും മനസ്സിലാവൂല പറയുന്നത്. പക്ഷെ സ്വന്തം ഭാഷാശൈലി എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടതാണ് അല്ലേ? എന്നാൽ പിന്നെ ഇനി നമുക്ക് ചെമ്മീൻ തോരൻ ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ നല്ല വൃത്തി കഴുകി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ചേർക്കുന്ന ചേരുവകൾ നമ്മുടെ കറിവേപ്പില, ചെറുള്ളി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, വലിയ സവാള അരിഞ്ഞു വെച്ചത്, അതുപോലെ തന്നെ തേങ്ങയുണ്ട്, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി രണ്ടും ഉണ്ട്. കാശ്മീരി മറ്റേതും കൂടി ഇട്ടതാണ്. അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാല അല്ലേ. വെള്ളത് വീണ് വെള്ളം ഓണാക്കിയിട്ട് മോട്ടർ ഓണാക്കിയിട്ടല്ലേ വെള്ളം വീഴുന്നുണ്ട്, അതിന് ഒച്ച കേൾക്കുന്നത്. അത് ഓഫാക്കിയിട്ട് വാ. ആദ്യം നമ്മുടെ അരപ്പ് തയ്യാറാക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ തേങ്ങയും മസാലപ്പൊടിയിലും ഒന്ന് ഒതുക്കിയെടുക്കണം അല്ലേ. പൊടിയെല്ലാം ഒപ്പരം കേട്ടോ പറഞ്ഞതല്ലേ. ഒതുക്കിയെടുക്കട്ടെ ഒന്ന്. അപ്പം നമ്മുടെ തേങ്ങ ഒതുക്കി കൊണ്ടുവന്നിട്ടുണ്ടേ മസാലപ്പൊടിയെല്ലാം ഇട്ടിട്ട്. എന്നാ പിന്നെ തീ കത്തിച്ചോ. ചോറ് വെച്ച പിന്നെ ഒന്നും വെച്ചിട്ട കെട്ടു. നമ്മള് ചട്ടി വെച്ച് കൊടുക്കേ. വെളിച്ചെണ്ണ ഒഴിക്കേ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടട്ടെ. അപ്പോൾ കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. വറ്റൽ മുളക്, കുറച്ച് കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കുക. നമ്മളെ ചെറിയ ഉള്ളി, സവാള, ലൂട്ട, പച്ചമുളക് എല്ലാം കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമ്മുടെ ക്ലീൻ ചെയ്ത് വെച്ച് നമ്മുടെ ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കുക. കാണുന്നില്ല. എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. പാകത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇനി നമ്മുടെ അരപ്പം കൂടി ചേർത്ത് കൊടുക്കും കേട്ടോ. തട്ടി അങ്ങനെ അരപ്പ് കടന്നിട്ട് നമ്മുടെ ചെമ്മി വെന്ത് വരട്ട്. അപ്പോൾ ഇത് ലേശം വെള്ളം ഒഴിക്കുന്നുണ്ടേ. അരപ്പിൻ്റെ വെള്ളം തന്നെ കുറച്ച് അല്ലേ, അധികം വെള്ളം വേണ്ട. അടിക്ക് പിടിക്കാണ്ടൊക്കെ മതിയില്ലേ. അപ്പോൾ ഇതിൽ കിടന്നിട്ട് ഇനി വേവട്ടെ. ഓക്കെ. അല്ല എന്തായി? ചട്ടിയെടുക്ക ഇറങ്ങാൻ പറ്റാ. എന്തായി? നീ ഇളക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടല്ലോ. കൊള്ളുന്നുണ്ടാ? കഴിക്കലില്ലേ? ഇളക്കണത് നമ്മുടെ ചെമ്മീൻ തോരൻ. കുറച്ച് വെള്ളമായി പിന്നെ ഇല്ലല്ലോ. റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലുണ്ട്. ഇതാണ് ആ സാധനം.
ഉള്ളിലുണ്ട് കേട്ടാ ചെമ്മീൻ. കാണൂല. ഓക്കെ, അപ്പൊ ഇന്നത്തെ രാത്രി അത്താഴം കഴിക്കാം. നെയ്ച്ചോറാണ് ഇത്. ഉച്ചക്ക് ആക്കി വെച്ചതാണ്. എൻ്റെ ഓഹരിയാണ്, ഞാൻ കഴിച്ചിട്ട. ഞാൻ ക്യാൻറ്റീനിൽ നിന്നാണല്ലോ ഇന്ന് ഭക്ഷണം കഴിച്ചത്. അപ്പോൾ ഉച്ചക്കത്തെ തലക്കറിയാണ്, മീൻ്റെ തലക്കറിയാണ്. അപ്പോൾ വൈകുന്നേരം ആക്കിയത്, രാത്രി ആക്കിയത് ഇതാണ്, നമ്മുടെ ചെമ്മീൻ തോരൻ. അത് തേച്ചെടുക്കാം. കുറച്ചിതാ, മതി 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 മതി, ഒന്ന കഴിക്കട്ടെ കേട്ടാ. അപ്പൊ നെയ്ച്ചോറിന് കച്ചമ്പറൊന്നും ആക്കിയിട്ടാ, ആക്കിനാ. അയ്യോ കയ്യിലൊന്നും ഉണ്ടായില്ല. അപ്പൊ നമ്മുടെ ചെമ്മീൻ തോരൻ ദേശം എടുക്കാം. ചെമ്മീൻ തോരൻ അടിപൊളി കേട്ടാ. നെയ്ച്ചോറ് കുറച്ച് തണിഞ്ഞു പോയില്ല, അപ്പൊ അതിൻ്റെതായ ചെറിയ പ്രശ്നമുണ്ട്. ഉച്ചക്കത്തെ മീൻ കറിയാണ്, തലക്കറിയാണ്. മീൻ പിന്നെ എത്ര സമയം വൈകിയാലും അതിന്റെ ടേസ്റ്റ് കൂടുകയും. ചെമ്മീൻ തോരൻ അടിപൊളി കേട്ടാ. രണ്ടോട്ടം പറഞ്ഞു സംഭവം സൂപ്പറാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. എന്നാ പിന്നെ കൂടുതൽ കൊതിപ്പിക്കുന്നില്ല, കഴിക്കട്ടെ. ഓക്കെ.